ലോക്കൽ ഫോക്കസിൽ കാസർഗോഡ് ചെർക്കളയിലെ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടേക്ക് ഒന്നുകൂടി പോകാം. മഴ പെയ്താൽ പ്രദേശം ദുരിതത്തിലാകുമെന്ന് പ്രദേശവാസികളും ഒപ്പം റിപ്പോർട്ടർ വാർത്താ സംഘവും അധികൃതരെ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇന്ന് നമ്മൾ അവിടേക്ക് വീണ്ടും എത്തുമ്പോൾ മഴ പെയ്തു പുലർച്ചെ ചെർക്കള ടൗൺ മുഴുവൻ വെള്ളത്തിനടിയിലായി എന്നുള്ളതായിരുന്നു അവിടുത്തെ കാഴ്ച. ജനജീവിതം ദുസ്സഹമാക്കുന്ന വിധത്തിലാണ് അവിടെ ഗതാഗതം, ഒപ്പം അവിടെ കച്ചവടം നടത്തിയിരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ മൊത്തത്തിൽ കുളമായി കിടക്കുകയാണ്. കണ്ടുവരാം. മഴയൊന്നു പെയ്താൽ ചെർക്കള ടൗണിന്റെ അവസ്ഥ ഇതാണ്. വെള്ളമൊഴുകി പോകുന്നതിന് നേരത്തെ ഉണ്ടായിരുന്ന ഓവുചാൽ ഇല്ലാതാക്കിയായിരുന്നു ദേശീയപാതയുടെ നിർമ്മാണം. നിലവിൽ വെള്ളമൊഴുകി പോകാൻ സൗകര്യവും ഒരുക്കിയിട്ടില്ല. മുമ്പത്തെ വെള്ളം അതിൽ കൂടിയിട്ട് പോകും. ഇപ്പോൾ ഇത് റോഡ് പൊങ്ങിയത് കൊണ്ട് വെള്ളം അതിൽ പോകുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ വെള്ളം ഇവിടെ തന്നെ നിൽക്കുന്നത്. എൻ്റെ കട അടക്കം 7 കടയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. 3 മണിക്കൂർ ഒന്ന് പണിയെടുത്തിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇന്ന് ഇതുവരെ കുളിച്ചിട്ടില്ല. ഇത് ക്ലിയർ ചെയ്തതേ ഉള്ളൂ, കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടുതരണമെന്ന് അറിയിക്കുന്നു. നാട്ടുകാരുടെ പ്രതിഷേധം വകവയ്ക്കാതെ അധികൃതർ പ്രവർത്തനം തുടരുകയായിരുന്നു. തുടർന്ന് റീജിയണൽ ഓഫീസറെയും പ്രൊജക്ട് ഡയറക്ടറെയും MLAയുടെ നേതൃത്വത്തിൽ കണ്ട് പരാതിയും നൽകി. എന്നിട്ടും പരാതികൾ പാടെ അവഗണിച്ചു. ഇപ്പോൾ ഈ പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പല സമരങ്ങളും ഇവിടെ നടത്തി. എന്നിട്ടും ഇവർക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ല. ഇത് ഈ വെള്ളം കണ്ടിട്ടെങ്കിലും അവരിനി ഇത് കുഴിക്കാതെ തന്നെ ഇതേ ലെവൽ മറ്റുള്ള റോഡിനോട് ചേർത്ത് തന്നെ റോഡ് പോകണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. മുന്നേ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഞങ്ങൾ അത് തന്നെയാണ്. നിർമ്മാണത്തിന്റെ ഭാഗമായി ചെർക്കള ടൗൺ പൂർണ്ണമായും 1.5 മീറ്റർ താഴ്ത്തുക എന്നതായിരുന്നു ഹൈവേ അധികൃതരുടെ തീരുമാനം. കുഴിച്ചെടുത്ത് മണ്ണിട്ട് നികത്തി ടാറിട്ട് നന്നാക്കുകയായിരുന്നു. അതിനടിയിലാണ് പഴയ ഓവുചാൽ ഉണ്ടായിരുന്നത്. മഴ പെയ്തതോടെ ഓവുചാലിൽ ചെളിയും മാലിന്യങ്ങളും അടിഞ്ഞുകൂടി ഒഴുക്ക് തടസ്സപ്പെട്ടു. ഇതിനെതിരെ 2 മാസം മുമ്പ് സമരവുമായി നാട്ടുകാർ രംഗത്തെത്തിയെങ്കിലും പരിഹാരം ഉണ്ടായില്ല. വികസനമൊക്കെ നാടിന് അനിവാര്യമാണ്, പക്ഷേ വികസനം നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത്. ഇതിപ്പോൾ ഒരു ചെറിയ മഴ പെയ്തപ്പോൾ ചെർക്കളയിലെ അവസ്ഥ ഇതാണ്. വരുന്ന മാസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും അവസ്ഥയെന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. അധികൃതർ ഇതിലൊക്കെ ഒരു ജാഗ്രത പാലിക്കേണ്ട ആവശ്യവുമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് മനിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.